മലേഷ്യയിലെ ഏറ്റവും സുന്ദരമായ വിനോദസഞ്ചാര കേന്ദ്രമായ ലങ്കാവിയിലാണ് ഞാനിപ്പോഴുള്ളത്. അൻഡമാൻ കടലാണ് ലങ്കാവിയെ മലേഷ്യയുടെ മെയിൻലാൻഡിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. 99 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ലങ്കാവി. ലങ്കാവിയിലെ പ്രധാന പട്ടണമായ കുവയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ മാത്രം ദൂരെയാണ് കിലിങ് ഫോറസ്റ്റ് നാഷണൽ പാർക്ക്. കിലിങ് ഫോറസ്റ്റ് നാഷണൽ പാർക്കിലുള്ള മുക്കുവ ഗ്രാമത്തിലേക്കാണ് പത്തേമാരിയുടെ ഇന്നത്തെ യാത്ര. സമയം 9 മണിയാവുന്നതേയുള്ളൂ. എനിക്ക് മുമ്പേ ടൂറിസ്റ്റുകളുമായി വന്ന ബസ്സുകൾ കാണാം. ഒരു നാഷണൽ പാർക്കിൻ്റെ ഭാഗമായതുകൊണ്ടാണോ എന്നറിയില്ല, ആഡംബരപൂർണമായ വലിയ കെട്ടിടങ്ങളൊന്നും ഇവിടെ കാണാനില്ല. തകരഷീറ്റ് മേഞ്ഞ ഏതാനും ചില കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത്. പക്ഷേ അതിമനോഹരമായ രീതിയിലാണ് അവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പരിസരമൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. കൗണ്ടറിൽ എല്ലാവരും സ്ത്രീകളാണ്. അവർ എനിക്ക് പാക്കേജിനെ പറ്റിയും കാണേണ്ട സ്ഥലങ്ങളെപ്പറ്റിയും വിശദമായി പറഞ്ഞു തന്നു. സുന്ദരമായൊരു സ്ഥലമാണ്. തുണിത്തരങ്ങളും സുവനീറുകളും വിൽക്കുന്ന ചെറിയ കടകൾ. ആരെയും ഒന്ന് ആകർഷിക്കുന്ന ചന്തമുണ്ട് ഈ കടകൾക്ക്. മലേഷ്യയിലും തായ്ലാൻഡിലുമൊക്കെ ഏതൊരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇത്തരം കടകൾ സർവ്വസാധാരണമാണ്. ഇവിടെ നിന്ന് 150 മീറ്റർ ദൂരത്താണ് ബോട്ട് ജെട്ടി. ബോട്ട് ജെട്ടി ചെറിയൊരു കെട്ടിടമാണ്, പക്ഷേ മനോഹരമായി അത് പരിപാലിച്ചിരിക്കുന്നു. 3 മണിക്കൂറിന് 450 മലേഷ്യൻ റിങ്കറ്റാണ് ചാർജ്. ഏകദേശം 8500 ഇന്ത്യൻ രൂപ വരും ഇത്. താഴെ ചെറിയ പുഴ പോലുള്ള ജലാശയത്തിൻ്റെ കരയിൽ ചെറിയ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഏതാനും ബോട്ടുകൾ സഞ്ചാരികളുമായി അൻഡമാൻ കടലിലേക്കും തിരിച്ചും പോകുന്നുണ്ട്. 10 മുതിർന്നവർക്കും 2 കുട്ടികൾക്കുമാണ് സാധാരണയായി ഒരു ബോട്ടിൽ പോകാൻ കഴിയുക. എനിക്കുള്ള ബോട്ടിൻ്റെ ഡ്രൈവറും ഗൈഡുമൊക്കെ ഇയാളാണ്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനാൽ അയാൾ എനിക്ക് ഈ യാത്രയെപ്പറ്റി വിശദമായി തന്നെ ഒന്നുകൂടി പറഞ്ഞു തന്നു. ഈ ജലാശയത്തിൽ പൊങ്ങിക്കിടക്കുന്ന കിലിങ് എന്ന മുക്കുവ ഗ്രാമത്തിലേക്കാണ് ആദ്യം നമ്മൾ പോവുക. ആ ചെറിയ സ്പീഡ് ബോട്ടിൽ ഞങ്ങൾ 10 പേരാണ് ഇന്നത്തെ യാത്രയിലുള്ളത്. എൻ്റെ ക്യാമറയ്ക്ക് ഒച്ച വെച്ച് പോസ്റ്റ് ചെയ്യുക എന്നത് ഇവരുടെ ഒരു പ്രധാന വിനോദമായി മാറിയിരിക്കുന്നു. കാട്ടിനുള്ളിലെ ഈ പുഴയിലൂടെയുള്ള സ്പീഡ് ബോട്ടിൻ്റെ യാത്ര എങ്ങനെയാകും എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. ആ ജലാശയത്തിനപ്പുറം കാണുന്നത് കണ്ടൽക്കാടുകളാണ്. അതിനപ്പുറത്തായി കിലിങ് ഫോറസ്റ്റ് നാഷണൽ പാർക്കിലെ കാടുകളും മലകളും കാണാം. അൻഡമാൻ കടലിൽ നിന്നുള്ള പുഴ പോലെയുള്ള ഇത്തരം കൈവഴികളാണ് ലങ്കാവിയെ 99 ദ്വീപുകളായി വേർതിരിക്കുന്നത്. പുഴയുടെ 2 സൈഡും കൊടുങ്കാടാണെന്ന് പറയാം. പച്ചനിറത്തിലുള്ള മനോഹരമായ വെള്ളം. പുഴ പോലെയുള്ള ഈ ജലാശയത്തിൽ ഒരു സ്ഥലത്ത് പോലും പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ ഇരുകരയിലും ഇടതൂർന്നു നിൽക്കുന്ന കണ്ടൽക്കാടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ രാജ്യം എത്രത്തോളം പ്രാധാന്യമാണ് കണ്ടൽക്കാടുകൾക്കും ജലാശയങ്ങൾക്കൊക്കെ നൽകുന്നതെന്ന്. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളർന്ന നിരവധി കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ച ചരിത്രമുള്ള നാടാണ് കേരളം. വെള്ളപ്പൊക്കത്തെ ഒരു പരിധിവരെ തടയുന്ന ഇത്തരം സസ്യജാലങ്ങളെ നിലനിർത്തേണ്ട ആവശ്യം കൃത്യമായി ബോധ്യമുള്ള ഒരു ജനതയാണ് ഇവിടെയുള്ളത്. ആരോടോ പകപോക്കുന്ന തരത്തിൽ കുതിച്ചു പായുകയാണ് എന്നെയും കൊണ്ട് എൻ്റെ സ്പീഡ് ബോട്ട്. എൻ്റെ കൂടെയുള്ളവരൊക്കെ അതിൻ്റെ വേഗത ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. %100 സാക്ഷരതയുള്ള, എന്നാൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വകതിരിവുമില്ലാത്ത ഒരു ജനതയുടെ ഭാഗമാണ് ഞാനും എന്ന സത്യം പലപ്പോഴും ഓർക്കാറുണ്ട്.
44 നദികളും 34 കായലുകളുമുള്ള നമ്മുടെ നാടിൻ്റെ പ്രകൃതി വിഭവത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഇതിലും ഭംഗിയായി ഇത്തരം ടൂറിസം ആക്ടിവിറ്റികൾ നമുക്കും നടത്താനാവുമെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളും നിയമം കൃത്യമായി അനുസരിക്കുന്ന ഒരു ജനതയും ഏതൊരു നാടിൻ്റെയും ടൂറിസം വികസനത്തിന് പ്രധാന ഘടകമാണെന്ന് നാം ഓർക്കണം. ദൂരെ മുക്കുവ ഗ്രാമങ്ങൾ കണ്ടു തുടങ്ങി. കിലിംഗ് ഫോറസ്റ്റ് നാഷണൽ പാർക്കിൽ ഇത്തരത്തിലുള്ള നിരവധി ജലാശയങ്ങളുണ്ട്. എല്ലാം തന്നെ അൻഡമാൻ കടലിൻ്റെ കൈവഴി പോലെയുള്ളതാണ്. ഒരു ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ഞാൻ കിലിംഗ് ഫോറസ്റ്റ് നാഷണൽ പാർക്കിലെ ആ മുക്കുവ ഗ്രാമത്തിലെത്തി. വലിയ ചുണ്ണാമ്പ് മലകൾ. പ്രകൃതിയുടെ ഭംഗിക്ക് കോട്ടം തട്ടുന്ന യാതൊന്നും ഇവിടെ ഒന്നും ചെയ്തില്ല എന്നത് എന്നെ വളരെയധികം ആകർഷിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ്. നീല നിറത്തിലുള്ള ആ ജലാശയത്തിലൂടെ സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള ബോട്ടുകൾ അൻഡമാൻ കടലിലേക്ക് പോകുന്നത് കാണാം. ദൂരെ വലിയ ചുണ്ണാമ്പ് മലകൾ, അവയ്ക്ക് അതിരിട്ട് നിൽക്കുന്ന കണ്ടൽക്കാടുകൾ, അവയ്ക്ക് ഓരം പറ്റി മുക്കുവ ഗ്രാമങ്ങൾ എന്ന് വിളിക്കുന്ന റെസ്റ്റോറൻറ്റുകളും തകര ഷീറ്റ് മേഞ്ഞ വീടുകളും എല്ലാം കൂടി മനോഹരമായൊരു കാഴ്ചയാണ്. ശരിക്കു പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ജീവിതങ്ങൾ. ഈ ഫ്ലോട്ടിംഗ് വില്ലേജിൽ ഇത്തരത്തിലുള്ള നിരവധി കുളങ്ങളുണ്ട്. അവയിലെല്ലാം തന്നെ പലതരത്തിലുള്ള മത്സ്യങ്ങളാണ്. ഞാൻ ആ മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വില്ലേജിൻ്റെ ഉള്ളിലോട്ട് നടന്നു. വലകളിൽ പലതരത്തിലുള്ള കടൽമീനുകളെ നമുക്ക് കാണാം. ഇവിടെ ഇത്തരം വലകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മീനുകളെ നമ്മൾ വില കൊടുത്തു വാങ്ങിയാൽ അവർ ലൈവായി നമുക്ക് പാകം ചെയ്തു തരും. ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നതിനും അതിനെപ്പറ്റി വിശദീകരിക്കുന്നതിനുമൊക്കെയായി ഇത്തരം ഗ്രാമങ്ങളിൽ ഓരോ ഗൈഡുമാരുണ്ട്. സ്റ്റിംഗ്രേ ഫിഷ് അഥവാ നമ്മുടെ നാട്ടിൽ തിരണ്ടി എന്നറിയപ്പെടുന്ന മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്നത് കാണാം. അത്തരം കാഴ്ചകൾ കാണാനായി ആ ചെറിയ ടാങ്കിന് ചുറ്റുമായി സഞ്ചാരികൾ കൂടി നിൽപ്പുണ്ട്. ഇങ്ങനെ ഈ കുളങ്ങളിൽ നിന്ന് കോരുവല ഉപയോഗിച്ച് മത്സ്യത്തെ പിടിച്ച് തൂക്കി നമ്മൾ പറയുന്ന രീതിയിൽ അവരത് പാകം ചെയ്തു തരും. ആ കുളങ്ങളിലൊക്കെ ചെറുതും വലുതുമായ നിരവധി കടൽമീനുകളെ നമുക്ക് കാണാം. പല വർണ്ണങ്ങളിലും ആകൃതിയിലുമുള്ളവ. സഞ്ചാരിയായി വന്ന ഒരാളാണ് ഇപ്പോൾ തിരണ്ടിക്ക് തീറ്റ കൊടുക്കുന്നത്. ഇവിടെ ഗൈഡ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഒരു ജലജീവിയെ കാണിച്ച് അതിനെപ്പറ്റി വിവരിക്കുകയും ആ ജീവിയുടെ വാൽഭാഗത്തുള്ള മുള്ള് വളരെ പോയിസൺ നിറഞ്ഞതാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. മരവും തകരഷീറ്റും കൊണ്ട് നിർമ്മിച്ച ചെലവ് കുറഞ്ഞ ആഡംബരം ഒട്ടുമില്ലാത്ത ഇത്തരം ഗ്രാമങ്ങളിൽ പോലും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ആഡംബരം നിറഞ്ഞ നിർമ്മിതികൾ കാണാനേ ടൂറിസ്റ്റുകൾ എത്തുമെന്ന് ഒരു മിഥ്യാധാരണ നമ്മുടെ നാട്ടിൽ പൊതുവെയുണ്ട്. എന്നാൽ വൃത്തിയായി കൃത്യതയോടെ ചിട്ടയായി നടത്തിയാൽ നമുക്കും ഇതൊക്കെ ഈസിയായി നേടാനാവുന്നതേയുള്ളൂ. നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലൊന്ന് ചുറ്റിക്കറങ്ങാം. പ്രധാനമായും ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെയുള്ളതെന്ന് പറയാം. മത്സ്യവിഭവങ്ങൾ മാത്രമല്ല, ഫ്രൂട്ട്സും ഫ്രഞ്ച് ഫ്രൈസും കൊക്കക്കോളയും ഉൾപ്പെടെയുള്ള എല്ലാതരം ഫുഡുകളും നിങ്ങൾക്കിവിടെ കിട്ടും. വളരെ സൗഹൃദത്തോടെ പെരുമാറുന്നൊരു ജനതയാണ് മലേഷ്യക്കാർ എന്ന് എനിക്ക് തോന്നി. ഫോട്ടോയോ വീഡിയോ എടുക്കുന്നതിന് യാതൊരു പരിഭവവും കാണിക്കാതെ വളരെ സൗഹൃദ മനോഭാവത്തോടെയാണ്
ആ വില്ലേജിലെയും റെസ്റ്റോറൻറ്റിലെയും ആളുകൾ എന്നോട് പെരുമാറിയത്. അവരുടെ നാട്ടിലെ ഇത്തരം ടൂറിസം ആക്ടിവിറ്റികൾ പുറലോകം അറിയേണ്ടതാണെന്നും അതിലൂടെയാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ ആ നാട്ടിലേക്ക് എത്തുന്നതെന്നും വ്യക്തമായി അറിയാവുന്ന ഒരു ജനതയാണ് മലേഷ്യക്കാർ. ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അപ്പോഴേക്കും തിരിച്ചു പോകാനുള്ള സമയമായി. ആ മുക്കുവ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിലും കോഴിക്കോട്ടുമൊക്കെ നിസ്സാരമായി തുടങ്ങാൻ പറ്റുന്നതേയുള്ളൂ എന്ന ചിന്തയായിരുന്നു. അതിനനുയോജ്യമായ ഭൂപ്രകൃതിയും പുഴകളും കൊണ്ട് നിറഞ്ഞതാണല്ലോ നമ്മുടെ നാട്. പക്ഷേ എന്തോ ദീർഘവീക്ഷണമില്ലായ്മയാവാം, അതൊന്നും ഒരിക്കലും പ്രാവർത്തികമാകാതെ അവിടെ അങ്ങനെ നിന്നു പോവുകയാണ്. അൻഡമാൻ കടലിലേക്ക് പോകുന്ന യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിലും ഇത്തരം ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ നിരവധി സഞ്ചാരികളാണ് ഓരോ വർഷവും എത്തുന്നത്. ആ ഗ്രാമത്തിൻ്റെയൊക്കെ പ്രധാന വരുമാന മാർഗമാണ് ഇന്ന് ടൂറിസം. തിരിച്ചു പോകുന്ന വഴിയിൽ പുഴയുടെ വീതി കൂടിയ ഭാഗത്ത് പരുന്തിന് തീറ്റ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനായി ചിക്കൻ പീസുകൾ നമ്മുടെ ഗൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതവിടെ ഇട്ട് കുറച്ചു ദൂരം മാറി നിൽക്കുമ്പോൾ 100 കണക്കിന് പരുന്തുകൾ വന്ന് അവ കൊത്തിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇവിടുത്തെ മറ്റൊരു വിനോദം. ഇതൊക്കെ വളരെ ഈസിയായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയും എന്നതാണ് സത്യം. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും വളരെ നന്നായി സഞ്ചാരികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അവർ ലോക ടൂറിസം ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം എന്നേ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ദൂരെ അന്തമാൻ കടലിൻ്റെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. വളരെ ശാന്ത സ്വഭാവമുള്ളൊരു കടലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. മുമ്പിലുള്ള വലിയ ചുണ്ണാമ്പ് മലയിൽ കില്ലിംഗ് ഫോറസ്റ്റ് നാഷണൽ പാർക്ക് എന്നെഴുതിയ ബോർഡ് കാണാം. തിരമാലകളൊന്നും തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നുമില്ല. വെറുതെ ആ കടലിൻ്റെയും ചുണ്ണാമ്പ് പാറകളുടെയും ഭംഗി ആസ്വദിച്ച് കുറച്ച് സമയം അവിടെ വിശ്രമിച്ചതിന് ശേഷമാണ് തിരിച്ചുള്ള യാത്ര. സ്പീഡ് ബോട്ടിൻ്റെ വേഗത പലപ്പോഴും എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഇനി നമുക്ക് വവ്വാലുകൾ നിറഞ്ഞ ഒരു ചുണ്ണാമ്പ് ഗുഹയിലേക്കാണ് പോകേണ്ടത്. ദൂരെ ആ കാണുന്നതാണ് ബോട്ട് ജെട്ടി. കൊടുങ്കാട്ടിനുള്ളിൽ വിജനമായൊരു സ്ഥലത്താണ് ബോട്ട് ജെട്ടി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കാട്ടിനുള്ളിലേക്ക് ഈ നടപ്പാതയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. വളരെ വൃത്തിയായി മനോഹരമായി നിർമ്മിച്ചതാണ് നടപ്പാത. ഞാൻ അതിലൂടെ ആ ഗുഹ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ഗുഹയുടെ പുറത്തു നിന്നുള്ള കാഴ്ചയാണിത്. പേടി തോന്നുന്നൊരു സ്ഥലം.
സഞ്ചാരികൾ കുറവായതിനാൽ തന്നെ വിജനമായൊരു പ്രദേശമായി നമുക്ക് തോന്നും. ചുണ്ണാമ്പുകല്ലുകൊണ്ട് പ്രകൃതിയൊരുക്കിയ ഗുഹയ്ക്കുള്ളിലേക്ക് ഞാൻ നടന്നു. വവ്വാലുകൾ നിറഞ്ഞ ആ ഗുഹയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതിനാലും ഇരുട്ടായതിനാൽ ചിത്രീകരണം തീരെ സാധ്യമല്ലാത്തതിനാലും ഞാൻ പെട്ടെന്ന് തന്നെ ആ ഗുഹയുടെ മറുപുറത്തേക്ക് വന്നു. എൻ്റെ കില്ലിംഗ് ഫോറസ്റ്റ് യാത്രയിലെ അവസാന പോയിന്റാണ് ഈ വവ്വാൽ ഗുഹ. വിശപ്പ് അസഹ്യമായിരിക്കുന്നു. ഇനി ലങ്കാവി ടൗണിലെത്തി ഭക്ഷണം കഴിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. കാട്ടിനുള്ളിലെ ആ ബോട്ട് ജെട്ടിയിൽ നിന്നും തിരിച്ച് കില്ലിങ്ങിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ സഞ്ചാരികളെ കാത്ത് നീല നിറത്തിലുള്ള നിരവധി ബോട്ടുകൾ അവിടെ കാത്തിരിക്കുന്നത് കാണാം. ലങ്കാവി ടൗണിൽ തിരിച്ചെത്തിയിട്ട് ലോകപ്രശസ്തമായ ലങ്കാവി സ്കൈ ബ്രിഡ്ജിലേക്കാണ് ഇനി പത്തേമാരിയുടെ യാത്ര.